MTN ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും സന്തോഷകരമായ സുദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും സ്വർഗം സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ മുൻഗാമികൾ സ്വർഗം സ്വപ്നം കണ്ട് ജീവിക്കുക മാത്രമല്ല, കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മത്സരിക്കുന്നവരായിരുന്നു. അങ്ങനെ സുഹൃതങ്ങളിൽ, നന്മകളിൽ മത്സരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം ജീവിതത്തിൻ്റെ അവസാനം മരണത്തോടുകൂടി തുടങ്ങുന്ന ജീവിതത്തിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ്. നമ്മുടെ ആ ഖബറ് വരെ മാത്രമാണ് നമ്മുടെ സമ്പത്തും കുടുംബമൊക്കെ ഉണ്ടാകുള്ളൂ. പിന്നെ ഉണ്ടാകുന്നത് വയബഖ അമല് മാത്രമാണ് ബാക്കിയാകുന്നത്. പരലോകത്തെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഇദാ ജാഅത്തി ത്വാമ്മത്തിൽ കുബറ, ആ ഭീകരമായ എല്ലാത്തിനെയും അടക്കി ജയിക്കുന്ന ആ ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ, യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, ഓരോ മനുഷ്യരും അവരവർ ചെയ്ത അമലുകളെക്കുറിച്ച് ചിന്തിക്കും, ആലോചിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, പാരത്രിക ലോകത്തേക്ക് വേണ്ടി എന്ത് നന്മകളാണ് നമ്മൾ ഓരോരുത്തരും ശേഖരിച്ചു വെച്ചത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു സമയവും സന്ദർഭവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ നോക്കൂ, ആയുസ് കുറഞ്ഞ, ആരോഗ്യം കുറഞ്ഞ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് കുറഞ്ഞ അമലിലൂടെ ധാരാളം കൂലി ലഭിക്കുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനം ഞാൻ ഓർമ്മപ്പെടുത്താം. തൗറാത്ത് നൽകപ്പെട്ടവർക്ക് രാവിലെ മുതൽ ഉച്ചവരെ അമല് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അതേപോലെ തന്നെ ഇഞ്ചീൽ നൽകപ്പെട്ടവർക്ക് ഉച്ച മുതൽ അസർ വരെ അമല് ചെയ്യാൻ അവസരം കൊടുത്തു. അവർ ചെയ്യുന്ന ഒരു അമലിന് ഒരു കൂലി. എന്നാൽ ഖുർആൻ നൽകപ്പെട്ടവർക്ക് അസർ മുതൽ മഗ്രിബ് വരെ അമല് ചെയ്യാൻ അവസരം കൊടുത്തു. പക്ഷേ അവർ ചെയ്യുന്ന ഒരു അമലിന് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലിയാണ്. അത് ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ നോക്കൂ, അബൂദർദീൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയുന്നതായി, മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മയും കൊണ്ടുവന്നാൽ ഫലഹു അശരു അംസാലിഹ ഔ അസീദ്, എന്ന് പറഞ്ഞാൽ 10 ഇരട്ടി പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട്. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലി എന്ത് ചെയ്യും, അവർക്ക് കൊടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വമൻ ജാഅ ബിസ്സയ്യിഅ, ഒരാളൊരു തിന്മയുമായിട്ട് വന്നാൽ അയാൾക്ക് ആ ഒരു തിന്മയുടെ ശിക്ഷ മാത്രമേ, പാപം മാത്രമേ അയാൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ തൗഫീഖാണ് പ്രവാചകൻ്റെ ഉമ്മത്തിലെ മെമ്പറായി ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നത്. കുറഞ്ഞ അമലിലൂടെ ധാരാളം കൂലി സമ്പാദിക്കാൻ സാധിക്കുക എന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് ധാരാളം അത്തരത്തിലുള്ള നന്മകൾ കാണാൻ പറ്റും. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ലാ അഅലമു ഹദീസൻ കസീറ സവാബ് മഅ ഖില്ലത്തിൽ അമൽ, കുറഞ്ഞ അമലിലൂടെ ധാരാളം കൂലി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അതേതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പഠിപ്പിക്കുന്നു, മൻബക്കറ വബ്തഖറ, ഒരാൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്ത് ചെയ്യാണ്, അയാൾ എന്ത് ചെയ്യാണ്, രാവിലെ എഴുന്നേൽക്കുന്നു, അയാൾ കുളിക്കുന്നു, എന്നിട്ട് പള്ളിയിൽ പോകുന്നു, എന്നിട്ട് ഇമാമിൻ്റെ ഖുതുബ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ബികുല്ലി ഖുതുബത്തിൻ യംശിഹ കഫാറത്തു സന, അവരുടെ ഓരോ സ്റ്റെപ്പുകൾ പള്ളിയിലേക്ക് വെക്കുമ്പോഴും ആ ഓരോ സ്റ്റെപ്പിനും ഒരു കാലടിക്ക് ഒരു കൊല്ലത്തെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കുറഞ്ഞ അമൽ, ധാരാളം കൂലി. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുകൾ പഠിപ്പിച്ചു തന്നു. അതിലേറ്റവും പ്രധാനമാണ് ഫദ്കുറൂനി അദ്കുറുക്കും, എന്നെ നിങ്ങൾ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലേ, നമ്മളെ ഓർക്കുന്ന പലരും നമ്മളെ ഓർത്തുകൊള്ളണമെന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളെപ്പോൾ എന്നെ ഓർക്കുകയാണെങ്കിലും ഞാൻ നിങ്ങളെ ഓർക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്.
അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദിക്റുകൾ. അതിൽ നബി ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വചനം നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, ദിക്റില്ലാത്തൊരു മനുഷ്യൻ അവൻ വെള്ളമില്ലാത്ത കുളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തെ പോലെയാണ്. അതിന് എത്ര കാലം അവിടെ ജീവിക്കാൻ പറ്റും? കുറഞ്ഞ കാലം. പിന്നെ എന്ത് ചെയ്യും? അത് മരിച്ചു പോകും, അത് ചത്തുപോകും അല്ലേ? അതേപോലെയാണ് ദിക്റില്ലാത്ത കൽബിൻ്റെ ഉടമ, അവൻ്റെ കൽബ് അത് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ കൽബാകാൻ നമ്മൾ പാടില്ല. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ എന്ന് പറയുന്ന അള്ളാഹുവിനെ ഓർക്കുന്നവരായി നമ്മൾ മാറണം. ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റിൻ്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ തിന്മകൾ രേഖപ്പെടുത്തിയ സിജില്ലാത്ത് മുന്നിലേക്ക് വെക്കപ്പെടും. കണ്ണെത്താ ദൂരം വിശാലമായി കിടക്കുന്ന തിന്മകൾ രേഖപ്പെടുത്തിയ രേഖ കണ്ടിട്ട് മനുഷ്യർ ബേജാറാകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇതിലേതെങ്കിലും ഒരു തിന്മ നീ ചെയ്യാത്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല എന്ന് പറയും. ഇതൊക്കെ നീ ചെയ്തതല്ലേ? അതേന്ന് പറയും. അവസാനം ചോദിക്കും, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് പറയും. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, നിനക്ക് വേണ്ടി ഞാനൊരു ബിതാഖത്ത് കരുതിയിട്ടുണ്ട്. ആ ബിതാഖത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ അവൻ പറയുന്നു, പടച്ചോനെ ഇതെന്താണ്? ഇതെങ്ങനെയാണ് ഇത്രയും തിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട ഈ സിജില്ലാത്തിന് പകരമാകുന്നത് എങ്ങനെയാണ്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, നിൻ്റെ തിന്മകൾ രേഖപ്പെടുത്തിയ സിജില്ലാത്ത് ഒരു തട്ടിലും, ഒരു തുലാസിൻ്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് രേഖപ്പെടുത്തിയ ഈ ബിതാഖത്ത് മറ്റേ തട്ടിലും വെക്കുക. അങ്ങനെ വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതാഷത്തി സിജില്ലാത്ത്, ആ തിന്മകൾ രേഖപ്പെടുത്തിയ ആ രേഖകൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലയുടെ ഖനം കൊണ്ട് അത് പാറിപ്പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വം. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതേപോലെ തന്നെ വദൂഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, അതേപോലെ തന്നെ വദൂഇന് ശേഷമുള്ള പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ മിൻകും മിൻ അഹദിൻ യതവല്ല, ഒരാൾ ഒളു എടുക്കുന്നു, എന്നിട്ട് അയാൾ നന്നായിട്ട് ഒളു എടുക്കുന്നു, പൂർണ്ണമായ രൂപത്തിൽ ഒളു എടുക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലഹ് ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബൽ ജന്നത സമാനിയ, അവന് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കും. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, അവൻ ഉദ്ദേശിക്കുന്നതിലൂടെ അവന് പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ഒരു ചെറിയ പ്രാർത്ഥനയാണ്, കിട്ടുന്ന കൂലി എത്രയാണ്? സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ വുളൂഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുന്നുണ്ട്, ബിലാൽ, സ്വർഗത്തിൽ അങ്ങയുടെ കാലടിപ്പാടുകൾ ഞാൻ കേൾക്കുന്നുണ്ട്, അങ്ങയുടെ കാലടി ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? മാ അമിൽതു അമലൻ അർജഅ ഇൻദി മിൻ അന്നി ലം അതതഹറ തഹൂറൻ ഫീ സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാരിൻ. അള്ളാഹിൻ്റെ റസൂലെ, ശുദ്ധിയില്ലാത്തൊരു സമയവും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഒതു ഇല്ലാത്തൊരു സമയം എനിക്കുണ്ടായിരുന്നില്ല. എല്ലാ സമയത്തും എനിക്ക് ഒതു ഉണ്ടാകും. മാത്രമല്ല, ഞാൻ ഒതു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഞാൻ എങ്ങോട്ടും പോകാറില്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഒതു എടുക്കാറുണ്ട്. ഒതുവിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മളെപ്പോഴും ഒതു ഉള്ളവരാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എത്ര ദിക്റുകൾ നിങ്ങൾ നോക്കൂ. പിന്നെ നമുക്കറിയാം, മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താണ്? ദഅവതു ദുന്നൂൻ ഇദ് ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്ത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ് ളാലിമീൻ ഫഇന്നഹു ലം യദഅ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ. ഏതൊരു വിഷയത്തിൽ ഈ പ്രാർത്ഥന ഒരു മനുഷ്യൻ നടത്തിയാൽ ഇല്ലസ്തജാബല്ലാഹു ലഹു, അള്ളാഹ് അവന് ഉത്തരം കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന, എന്തു പ്രശ്നത്തിലും ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിൽ അള്ളാഹു നമുക്ക് ഉത്തരം തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ഒരാൾ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ 100 മറ, 100 പ്രാവശ്യം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ കാനത്ത് ലഹു അശറ റികാബിൻ, അയാൾ 10 ആളുകളെ മോചിപ്പിച്ചതിൻ്റെ പുണ്യമുണ്ട്. വകുതിബ ലഹു 100 ഹസന, അയാൾക്ക് 100 നന്മകൾ രേഖപ്പെടുത്തുന്നു. വമുഹിയത്ത് അൻഹു 100 സയ്യ, അയാളുടെ 100 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയുന്നു. വകാനത്ത് ലഹു ഹിർസം മിന ശൈതാനി യൗമഹു അത്താ യുംസി,
അന്ന് പ്രഭാതം മുതൽ വൈകുന്നേരം വരെയും പിശാചിൽ നിന്നുള്ള സംരക്ഷണം അവനുണ്ടായിരിക്കുന്നതാണ്. വലം യഅതി അഹദുൻ ബി അഫ്ളി മിമ്മാ ജാഅ ബിഹി, അതേപോലത്തതുകൊണ്ട് അതിനേക്കാളും അഫ്ളലായതുകൊണ്ട് വേറൊരാളും വന്നിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, ഒരാൾ രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ 100 വട്ടം ഒരാൾ പറഞ്ഞാൽ ഗഫറത് ഖതായ വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിൻ്റെ നൊരയോളം പാപങ്ങളുണ്ടെങ്കിലും അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ് വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 വട്ടം പറയുക. അതേപോലെ തന്നെ മഹാനായ സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? ഖാല കുന്ന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു. അവൻ നബി തങ്ങൾ ചോദിച്ചു, അയഅജിസു അഹദുക്കും മൻ യക്സിബ ഫീ കുല്ലി യൗമിൻ അൽഫ ഹസന, 100 നന്മകൾ നേടാൻ നിങ്ങൾക്ക് അസാധ്യമാണോ, നിങ്ങൾ അശക്തരാണോ അത് നേടുന്നതിൽ? അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ചോദിച്ചത്, അതെങ്ങനെ നേടും നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസബ്ബിഹു മിഅത തസ്ബീഹ, ഒരാൾ 100 തസ്ബീഹ് ചൊല്ലിയാൽ ഫയുക്തബു ലഹു അൽഫ ഹസന, അവൻ 1000 പുണ്യം അള്ളാഹു രേഖപ്പെടുത്തും. അയഹുത്തു അൻഹു അൽഫ ഖതീഅ, അവൻ്റെ 1000 പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കളയും. നിങ്ങൾ നോക്കൂ, 100 തസ്ബീഹ് ചൊല്ലിയാൽ അവൻ്റെ 1000 നന്മകൾ രേഖപ്പെടുത്തുന്നു, 1000 തിന്മകൾ മായ്ച്ചു കളയുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വചനത്തിൽ കാണാം, മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിർ റസൂല വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ്. ഇതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയെത്ര ദിക്റുകൾ, എത്രയെത്ര ദുആകൾ. ഈ ദുആകൾ നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ഈ റമദാനിൽ നമ്മുടെ മൊബൈലിൽ ദുആകളുടെ അദ്കാറുകളുടെ ആപ്പുകൾ നമുക്ക് കാണാം. അത് ഡൗൺലോഡ് ചെയ്ത് രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്റുകൾ നമ്മൾ പതിവാക്കി തുടങ്ങണം. അതേപോലെ തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ സയ്യിദ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ ചൊല്ലിയിട്ട് അയാൾക്ക് സ്വർഗത്ത് പോകാൻ, അങ്ങനെ ചൊല്ലുന്നൊരു വ്യക്തിക്ക് സ്വർഗത്ത് പോകാൻ ആകെ ഒരു തടസ്സമേ ഉള്ളൂ. അതെന്താണ്? അയാൾ മരിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പതിവാക്കണം, നമ്മൾ ചൊല്ലണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരുപാട് അത്തരത്തിലുള്ള ദിക്റുകളുണ്ട്. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും പരിശീലിക്കാനും ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MTN News, Malayalam Television Network.